കാനഡയിലെ ആയിരക്കണക്കിന് അന്തർദേശീയ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന തീരുമാനവുമായി ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ. സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം പദ്ധതി നിർത്തലാക്കിയിരിക്കുകയാണ് കാനഡ. ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് പോകുന്ന 90% വിദ്യാർത്ഥികളെയും തീരുമാനം ബാധിക്കും. ഈ വിഭാഗത്തിന് കീഴിൽ ഇതിനകം കാനഡയിലുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയും ഇരുണ്ടതായിരിക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. കേരള, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കാനായി എത്തുന്നത്. അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് പഠന പെർമിറ്റുകൾക്കുള്ള അപേക്ഷാ പ്രക്രിയ വേഗത്തിലാക്കാൻ 2018 SDS ആരംഭിക്കുന്നത്. സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ റെഗുലർ സ്റ്റഡി പെർമിറ്റ് സ്ട്രീമിന് കീഴിലാണ് ഇനി പ്രോസസ് ചെയ്യുകയെന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിച്ചു. 12ാം ക്ലാസ്സിന് ശേഷം കാനഡയിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികളെയാണ് തീരുമാനം കൂടുതലായും ബാധിക്കുക. PhD പോലുള്ള ഉപരിപഠനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് കാര്യമായി ബാധിക്കില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് SDS സ്ട്രീമിന് കീഴിൽ കാനഡയിലേക്ക് പോയത്. ഈ വിഭാഗത്തിൽ നിലവിൽ കാനഡയിലുള്ള വിദ്യാർത്ഥികളെയും തീരുമാനം ബാധിക്കുമെന്നാണ് കരുതുന്നത്. അവർക്ക് കാനഡയിൽ സ്ഥിരതാമസത്തിനുള്ള സാധ്യതകൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുകയാണ്. ഇരുളടഞ്ഞ ഭാവിയാണ് ഇപ്പോൾ അവർ നേരിടുന്നത്. ഇത്തരത്തിലുള്ളവർ മിക്കവാറും ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യമാണുള്ളത്. കാനഡയിലുള്ള വിദ്യാർത്ഥികളെയും സന്ദർശക വിസയിലുള്ളവരെയും കനേഡിയൻ ബോർഡർ സെക്യൂരിറ്റി ഏജൻസി താമസരേഖകൾ സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഇവരെ ജോലിസ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും എത്തിയാണ് പരിശോധിക്കുന്നത്. മതിയായ രേഖകളുടെ അഭാവമുള്ളവരെ തിരികെ നാടുകടത്താമെന്ന് വിദഗ്ധർ പറയുന്നു.